ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ വേറെ ആരും ഇല്ലാണ്ട് കുട്ടികളെയും കൊണ്ട് ദൂരേക്ക് പോകണത് കേട്ടോ. അതായത് ഷിജുവേട്ടനൊക്കെ ഉണ്ടാവുമല്ലോ കൂടെ. ഇതിപ്പോൾ ഞാനും പിള്ളേരും മാത്രമായിട്ട് പോവുകയാണ്. തൃശ്ശൂരിക്കാണ് പോണത് കേട്ടോ. ഷിജുവേട്ടൻ്റെ അമ്മായിയുടെ വീട്ടിലേക്കാണ് ഇരിങ്ങാലക്കുട. ഇതാ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിൽ പോകണം. അതായത് കൂടൽമാണിക്യം അമ്പലത്തിൽ ഉത്സവത്തിന് കൂടാന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ പോയിരിക്കുന്നത് കേട്ടോ. ബസ്സിനാണ് പോയത്. അമ്മായിയുടെ വീട്ടിലെത്തി കുളിച്ചു മാറ്റി ഞങ്ങളെല്ലാവരും കൂടെ അത് അമ്പലത്തേക്ക് പോവുകയാണ്. അമ്മായിയും അമ്മായിയുടെ മക്കൾ കസിൻസ് ഉണ്ട് കൂടെ കേട്ടോ. എൻ്റെ പിള്ളേരും ഉണ്ട്. അങ്ങനെ അതാ ഞങ്ങളവിടെ വലിയ എക്സ്പോ ആണ് കേട്ടോ. എക്സിബിഷൻ വലുത്, ഞാൻ ഇത്രയും വലിയതൊന്നും കണ്ടിട്ടേ ഇല്ല. നമ്മുടെ പുതിയങ്ങാടി നേർച്ചയ്ക്കൊക്കെ ഇങ്ങനെ റോട്ടുമ്മ കൂടെ പോകുമ്പോൾ ചെറുതൊക്കെ കാണാമെന്നല്ലാതെ ഇതൊക്കെ തന്നെ കാണാം. പക്ഷെ ഇത്രയും വലിയ ഗ്രൗണ്ടിലല്ല. ഇത്രയും വലിയ ഗ്രൗണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ധ്രുവ് നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ ധ്രുവ് ഇരിക്കുകയായിരുന്നു. എന്താ വെച്ചാൽ അവനായിരുന്നു ചെറുത്. വലിയവർ ചാടുമ്പോൾ അവന് സുഖമായിട്ടൊക്കെ രസമായി. ഞങ്ങളൊരുപാട് ചിരിച്ചു കേട്ടോ അവൻ്റെ കാട്ടിൽ കണ്ടിട്ട്. പിന്നെ കുറേ സാധനത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിള്ളേർ 2 പേരും ബ്രദറും കൂടെ അതാ യന്ത്രൂഞ്ഞാലിലൊക്കെ കയറി. ധ്രുവ് ദേ ഒരുപാട് സാധനങ്ങളിൽ കയറിയിട്ടുണ്ട്. ബൈക്കിലും ഒരു തോണി പോലത്തെ സാധനത്തിലും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം എൻജോയ് ചെയ്ത് മുതലാക്കിയിട്ടുണ്ട്. ഇത് അമ്പലത്തേക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ ഗ്രൗണ്ടും ഞാനിതുവരെ പോയ അമ്പലങ്ങളിലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗ്രൗണ്ടാണ് കേട്ടോ. പിന്നെയാണെങ്കിൽ അവിടുത്തെ ഉത്സവം നമ്മളുടെ ഇവിടുത്തെ പോലെയല്ല. നമ്മളിവിടെ കുറേ വരവും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. മലപ്പുറം അധികവും എല്ലാ അമ്പലത്തിലും കുറേ വരവുകളാണ് ഉണ്ടാവുക. പക്ഷെ അതൊക്കെ രസമാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ആനയാണ്. എനിക്കാണെങ്കിൽ ആനേനെ ഭയങ്കര പേടിയുമാണ്. എന്താ വെച്ചാൽ നമ്മളിവിടെ അയ്യപ്പൻ വിളക്കിന് ഒരാന ഉണ്ടാവുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഞാനാണിപ്പോൾ ഒരു കൂട്ടം ആനകൾ 10-18 ആന എന്തായാലും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് പോയി നിൽക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് അവർ കാണാൻ കിട്ടും. അങ്ങനെ വലിയ വലിയായിട്ട് നിൽക്കുന്നത് എല്ലാ മേളമൊക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ മേളം നമ്മളവിടെ ചെറിയൊരു തായമ്പകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഒരു കോളാണ്, അവിടുത്തെ കോളാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. ഇത് ഞങ്ങളുടെ പ്രദേശം. പിന്നെ അതൊക്കെ തന്നെ ആനകളും നിൽക്കുന്നത് രസമാവില്ല. അങ്ങനെ ആരുടെ വീടൊക്കെ ഉണ്ട്. അതിലൊക്കെ ചടങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്നതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നിന്ന് കുറേ. പിന്നെന്താ അടുത്തൊന്നും എടുത്തു. അവർ വേറൊരു ഭാഗത്ത് പോയി അവിടെ ഉണ്ടായിരുന്നു. അവിടും പോയി അത് കണ്ടു നിന്ന് 12:30 1 മണിയൊക്കെ ആയിട്ട് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ അമ്പലത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പുറത്തുനിന്നൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തേന് കേട്ടോ. ഇത്ര രസമാണ് കാണാൻ. പിന്നെയാണെങ്കിൽ അവിടെ ഒരു ആലാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നിറയെ ലൈറ്റായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ ആനയൊക്കെ തിരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ ആകെ പേടിച്ച് ജീവൻ കൈ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അന്ന് തന്നെ അവിടെ ഒരു ആന ഞങ്ങൾ പോയതിൻ്റെ തലേദിവസം ഒരു ആന വരുമ്പോഴത്തേക്ക് ഒരാളെ കൊല്ലൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ കേട്ടോ. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പോയി. രാവിലെ പകൽ വെളിച്ചത്തിലൊന്ന് അമ്പലമൊക്കെ കാണാൻ വേണ്ടി പോയി. അവിടെ ഒരു ചെറിയ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ശിവൻ്റെയൊക്കെ ഓരോ സംഭവങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോയി. അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരികയാണ് ചെയ്തത്. നല്ല ഇഷ്ടമായി കേട്ടോ എനിക്ക് അമ്പലവും. ഇനി തിരക്കില്ലാത്തൊരു ദിവസം തൊഴാൻ പോകണം. ഞാൻ ആദ്യമായിട്ട് വരുവാണ് അമ്പലത്തിൽ. ഐസ്ക്രീമൊക്കെ കഴിച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോകണം കേട്ടോ. പിറ്റേ ദിവസമാണ്